ദൈവം നമ്മെ പേർ ചൊല്ലി വിളിച്ചു എന്ന വിഷയമാണ് നമ്മൾ തുടർമാനമായി നിങ്ങളെ വിളിച്ച വിളിക്കൊത്തവണ്ണം നടക്കുവിൻ എന്ന പ്രധാന വിഷയത്തിന് കീഴിലായി നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകലിലും കർത്താവ് പേര് പറഞ്ഞു വിളിച്ച ചിലരെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് തുടർച്ചയായി കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ നിയമത്തിൽ നിന്ന് നമ്മൾ യേശു മാർത്തയെ 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 എന്ന് പേർ ചൊല്ലി വിളിച്ചതിനെ കുറിച്ച് ചിന്തിച്ചു. ഇന്ന് കർത്താവ് മറ്റൊരാളെ പേർ ചൊല്ലി വിളിച്ചതിനെ കുറിച്ച് നമ്മൾ ആ വേദഭാഗം വായിച്ചിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സ് 31. ഇങ്ങനെയാണ് നമ്മൾ അവിടെ വായിക്കുന്നത്: ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. 32-ാം വാക്യം: ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. ഇവിടെ മധ്യസ്ഥത ചെയ്യുന്ന ഒരാളെ കുറിച്ച് കൂടെ നമുക്ക് കാണാം. അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. തന്റെ ശിഷ്യന്മാരിൽ ഒരുവനായ ശിമോൻ, അദ്ദേഹത്തിന് കർത്താവ് നൽകിയ പേരാണ് പത്രോസ്, പെട്രോസ് എന്ന പേര്. ആ പത്രോസിന്റെ പഴയ പേര് അല്ലെങ്കിൽ അമ്മയപ്പന്മാർ നൽകിയ പേര് പറഞ്ഞ് ഇവിടെ വിളിക്കുന്നു. ശിമോനെ ശിമോനെ എന്ന് വിളിക്കുകയാണ്. കർത്താവ് ഓരോ സാഹചര്യത്തിലും ഓരോരുത്തരെ പഴയ പേരിലും ഇനി പുതിയ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേരിലും വിളിക്കുന്നതിനൊക്കെ പ്രാധാന്യമുണ്ട്. ഇവിടെ ശിമോനെ ശിമോനെ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അദ്ദേഹത്തിന്റെ പഴയ പേരിലാണ് വിളിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു വ്യാഖ്യാനം അതിന് കൊടുക്കാം. ഇവിടെ കർത്താവ് പറയുന്നത് ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ ശിമോൻ എന്ന വ്യക്തി പത്രോസിന്റെ പഴയ വ്യക്തിത്വത്തെയോ പഴയ സ്വഭാവത്തെയോ അല്ലെങ്കിൽ ആദാമ്യ സ്വഭാവത്തെയോ ഒക്കെ പ്രതിനിധാനം ചെയ്യുന്നതാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. സാത്താൻ നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മുടെ സ്വഭാവത്തിന്റെ ബലഹീനതകളെ ചൂഷണം ചെയ്തുകൊണ്ടാണ്, മുതലെടുത്തുകൊണ്ടാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മുൻകോപമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതിനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കി ആ രീതിയിൽ നമ്മെ തെറ്റിക്കാനായിട്ട് ശ്രമിക്കും. കള്ളം പറയുന്ന പഴയ സ്വഭാവം നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ അതിനൊത്ത സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുവരും ആ വിധത്തിൽ നമ്മുടെ വിശ്വാസത്തിന് ഭംഗം വരുത്താനായിട്ട്. ഞാൻ ഓർപ്പിച്ചത്, നമ്മിലെ ആദാമ്യ സ്വഭാവത്തെ അല്ലെങ്കിൽ പഴയ സ്വഭാവത്തെ, അവിടെയാണ്, അതിന്റെ ബലഹീനതകളിലാണ് നമ്മെ ജഡത്തിൽ പാപം ചെയ്യാനായിട്ട് സാത്താൻ പ്രലോഭനങ്ങൾ കൊണ്ടുവരുന്നത്. നമ്മുടെ ചിന്തകളിലേക്ക് വിത്തുകൾ ഇട്ടുകൊണ്ടോ നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടോ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് അവന്റെ സ്വാധീനം ചെലുത്തിക്കൊണ്ടോ ഒക്കെ നമ്മിലെ പഴയ മനുഷ്യന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്താനും പ്രകടമാക്കാനും ആ ബലഹീനതയെ മുതലെടുക്കാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ നമ്മെ കർത്താവ് സംരക്ഷിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന ചിന്ത നമ്മിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ബലം കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് പരീക്ഷകളെ അതിജീവിക്കുവാനായിട്ട് കഴിയില്ല. ഒരുപാട് അറിവുള്ളത് കൊണ്ട്, ജ്ഞാനിയായതുകൊണ്ട് പ്രലോഭനങ്ങളെയോ പരീക്ഷയോ ജയിക്കാൻ കഴിയുമെന്നില്ല. അറിവ് നല്ലതാണ്, ആവശ്യമാണ്. നമുക്ക് മുന്നറിവ് പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നാൽ അത് നല്ലതാണ്. പക്ഷെ ആ അറിവുള്ളത് കൊണ്ട് നമുക്ക് പരീക്ഷകളെ ജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ല. ഒരു പക്ഷേ അത് നമ്മെ സഹായിക്കാം, എന്നാൽ അറിവിന്റെ കരുത്തുകൊണ്ട് നമുക്ക് പരീക്ഷകളെ ജയിക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ദൈവം സവിശേഷമായ ജ്ഞാനം കൊടുത്ത ഒരാളാണ് ഇസ്രായേലിന്റെ 3-ാമത്തെ രാജാവായ ദാവീദിന്റെ മകനായ ശലോമോൻ. ദൈവത്തിന്റെ പ്രീതി നിമിത്തം അവനെ യതിദ്യാവ് എന്ന് വിളിച്ചതിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അവനോട് ഇഷ്ടമായിരുന്നു, ദൈവത്തിന് അവനോട് സ്നേഹമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ
ദൈവത്തിന്റെ സ്നേഹം, പ്രീതി ലഭിച്ചവനാണ് ശലോമോൻ. യദിദ്യാവ് എന്ന പേര് അങ്ങനെ അവന് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ദൈവം അവൻ ചോദിച്ച ജ്ഞാനമെന്ന അവന്റെ വരം ദൈവത്തോട് അവൻ ചോദിക്കുമ്പോൾ, ഇസ്രായേലിന്റെ രാജാവായി അവരോധിക്കപ്പെട്ട അധികം വൈകാതെ നിനക്ക് എന്തു വരം വേണമെന്ന ചോദ്യത്തിന്, ഈ ജനത്തെ നയിക്കാനുള്ള ജ്ഞാനം എനിക്ക് തരണം എന്ന് ചോദിക്കുന്നത് ദൈവത്തിന് വളരെ പ്രസാദകരമായി, ദൈവത്തിനത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് നമ്മൾ വായിക്കുന്നു. മാത്രമല്ല, ഈ വരം ചോദിച്ചതുകൊണ്ട് അത് കൂടാതെ ദൈവം പറയുകയാണ്, നിനക്ക് പ്രസിദ്ധിയും സമ്പത്തും കൂടെ ഉണ്ടാകും. ജ്ഞാനമെന്ന വരം ചോദിച്ചപ്പോൾ ദൈവത്തിന് ഇഷ്ടം ഉണ്ടായിട്ട് 3 ഇരട്ടി അവനൊന്നാ ചോദിച്ചത്, കുറഞ്ഞത് 3 ദൈവം കൊടുക്കുകയാണ്. അപ്പോ ദൈവത്തിന് ഇഷ്ടമുള്ള വരം ചോദിച്ചാൽ 3 ഇരട്ടിയായി ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം എന്ന് കൂടെ നമുക്ക് കാണാം. എനിവേ, ഞാൻ പറഞ്ഞത് ദൈവത്താൽ സവിശേഷമായ വരം, ജ്ഞാനവരം ലഭിച്ച വ്യക്തിയാണ് ശലോമോൻ. പുതിയ നിയമത്തിലും ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം എന്ന് കൃപാവരങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അതിനേക്കാൾ ഉപരിയായ ശക്തമായ ജ്ഞാനമാണ് ശലോമോന്. കടൽക്കരയിലെ മണൽ പോലെ വിശാലമായ ഹൃദയം ശലോമോന് നൽകി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കടൽക്കരയിലെ മണൽ പോലെ വിശാലമായ ഹൃദയം എന്ന് പറയുന്നത് മണൽ അനന്തമായി പരന്നു കിടക്കുന്നു എന്നുള്ളത് കൊണ്ടാണോ? ആമേൻ. നമുക്കറിയാം, കടലിൽ തിരയടിച്ച് കയറി വരുമ്പോൾ ആ മണലിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു സമയത്തേക്ക് വെള്ളം അതിനെ മൂടിയെന്ന് തോന്നിയാലും ചില സെക്കൻഡുകൾ കഴിയുമ്പോൾ ആ വെള്ളം അവിടെ താഴ്ന്ന് അമർന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ. അബ്സോർബ് ചെയ്യാനുള്ള, ഉൾക്കൊള്ളാനുള്ള കഴിവിനെ അത് കാണിക്കുകയാണ്. കടൽക്കരയിലെ മണൽ പോലെ എന്നുള്ളത് കൊണ്ട് അതാണ് കാണിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ഹൃദയവിശാലത നൽകപ്പെട്ട ശലോമോന് തന്റെ ജ്ഞാനം കൊണ്ട് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ലോർഡ്. അന്യജാതിക്കാരത്തികളായ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും, ശലോമോൻ വാസ്തവത്തിൽ അതിനകത്ത് ശലോമോന്റെ ജഡത്തിന്റെ അല്ലെങ്കിൽ ഭോഗതൽപരത പലരും ഉയർത്തി കാണിക്കുമ്പോൾ അതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത് ശലോമോൻ തന്റെ ജ്ഞാനത്തെ അധികമായി ആശ്രയിച്ചുകൊണ്ട് നടത്തിയ ഒരു ചൂതാട്ടമായിരുന്നു ഈ വിവാഹം എന്നുള്ളത് ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫറവോന്റെ പുത്രിയെ വിവാഹം കഴിക്കുന്നതിലൂടെ അയൽ രാജ്യത്തെ പല രാജാക്കന്മാരുടെയും മക്കളെ വിവാഹം കഴിക്കുന്നതിലൂടെ അവരുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ് ശലോമോൻ ചെയ്തത്. അപ്പോൾ തന്റെ അറിവ് ആ വിധത്തിൽ അദ്ദേഹം പ്രയോഗിച്ചതാണ്. അപ്പോ അടുത്ത രാജ്യത്തെ രാജാവിന്റെ മകളെ വിവാഹം കഴിച്ചാൽ ആ രാജ്യത്ത് നിന്ന് എന്തായാലും ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ല, നല്ല ബന്ധം ഉണ്ടാകും എന്ന ആ ഒരു തന്ത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പക്ഷേ അത് ദൈവത്തിന്റെ വചനത്തിന്, ദൈവം നൽകിയ ന്യായപ്രമാണത്തിന് എതിരായ ഒരു ഉടമ്പടിയായിരുന്നു. ജാതികളുമായി അദ്ദേഹം കൈകോർത്തത്, വിവാഹ ഉടമ്പടിയിൽ ഏർപ്പെട്ടത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വീഴ്ചയ്ക്ക് കാരണമായി തീർന്നു, ദൈവത്തിൽ നിന്ന് അകലുന്നതിന് കാരണമായി തീർന്നു. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതൊക്കെ നിമിത്തം ദൈവം അദ്ദേഹത്തിന് പ്രതിയോഗികളെ രാജ്യത്ത് എഴുന്നേൽപ്പിച്ചു. അതിലൊരാളായിരുന്നു യൊരോബെയാം. പിന്നീട് ഈ ശലോമോന്റെ മകന്റെ ഭരണം കാലത്ത്, രഹബയാമിന്റെ ഭരണകാലത്ത് യൊരോബെയാം രാജ്യത്തെ പിളർത്തി വടക്കൻ രാജ്യത്തിന്റെ 10 ഗോത്രങ്ങളുടെ രാജാവായി തീർന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഒന്നിലധികം പ്രതിയോഗികൾ ശലോമോന് തന്റെ വാഴ്ചയുടെ അവസാന കാലത്ത് നേരിടേണ്ടി വന്നതിനെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, ജ്ഞാനം കൊണ്ട് പരീക്ഷകളെ ജയിക്കാൻ കഴിയത്തില്ല, സമ്പത്ത് കൊണ്ട് പരീക്ഷകളെ ജയിക്കാൻ കഴിയത്തില്ല, നമ്മുടെ സ്വാധീനം കൊണ്ടോ അറിവ് കൊണ്ടോ ഒന്നും പരീക്ഷകളെ ജയിക്കാൻ കഴിയത്തില്ല. കൃപാവരങ്ങൾ ഒരുപാടുണ്ടെങ്കിലും പരീക്ഷകളെ ജയിക്കാൻ കഴിയത്തില്ല. എന്താ തെളിവ്? അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുകയാണ്, വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. അപ്പോൾ കൃപകളും വരങ്ങളും കൂടിയാലും നിഗളം വരാൻ സാധ്യതയുണ്ട് എന്ന് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കൃപാവരങ്ങളാൽ പരീക്ഷകളെ ജയിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പിന്നെ ചിലർ ചിന്തിക്കുന്നത് ഉപവസിച്ചാൽ പരീക്ഷകളെ ജയിക്കാമെന്നാണ്. ആമേൻ. ഉപവസിച്ചാൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ചിലർ ചിന്തിക്കുന്നത് അവരുടെ ശരീരത്തിന്റെ തെറ്റായ ചിന്തകളെ ജയിക്കാനായിട്ട് ഉപവസിച്ചാൽ ആ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ വചനത്തിൽ ഒരിടത്തും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. ആമേൻ. ഈ ജാതി നീങ്ങിപ്പോകേണ്ടതിന് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഒരു ഭാഗമാണ്. പക്ഷേ പട്ടിണി കിടന്നതുകൊണ്ട് നമ്മുടെ ചിന്തകളെ അത്
എന്താ പറയുക, തെറ്റായ ചിന്തകളെ മാറ്റുന്നതിനൊന്നും അത് സഹായകരമാകത്തില്ല. ഉപവസിച്ചതുകൊണ്ട്, ശരീരത്തിന്റെ ബലം ക്ഷയിച്ചതുകൊണ്ട്, ക്ഷീണിച്ചതുകൊണ്ട്, ശരീരത്തിന്റെ ബലം ക്ഷീണിച്ചതുകൊണ്ട് തെറ്റായ ചിന്തകൾ മാറി രൂപാന്തരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് തെറ്റാണ്. പിന്നെ എന്താ ചെയ്യേണ്ടത്? അവൻ ഓരോ ദിവസവും ദൈവകൃപയിൽ ആശ്രയിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. പിന്നെ ഞാൻ നിൽക്കുന്നത് എന്റെ കഴിവിനാലല്ല, ദൈവകൃപയാലാണ് എന്നെപ്പോഴും ദൈവകൃപയിൽ ആശ്രയിക്കുകയും ആ കൃപയ്ക്ക് ദൈവത്തിന് നന്ദി പറയുകയും വേണം. എന്റെ കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ ഞാൻ നിൽക്കുമെന്ന് ഒരിക്കലും അഹങ്കരിക്കരുത്. അങ്ങനെ ഒരു വീരവാദം മുഴക്കരുത്. പത്രോസിന് ഇവിടെ അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു, ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്ന് കർത്താവ് പറയുക. എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ വ്യക്തമാണ്, നീ നിന്റെ വിശ്വാസം പോകാതെ നിൽക്കുന്നത് നീ മിടുക്കനായതുകൊണ്ടല്ല, നീ ഒരുപാട് പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ടല്ല, ഉപവസിക്കുന്നവനായതുകൊണ്ടല്ല, പിന്നെയോ ഞാൻ നിനക്ക് വേണ്ടി, നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചത് കൊണ്ടാണ് എന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കും എപ്പോഴും ഈ ഓർമ്മയുണ്ടായിരിക്കണം, എനിക്ക് വേണ്ടി പിതാവിന്റെ വലഭാഗത്ത് ജീവനെ തന്ന എൻ്റെ കർത്താവ് ഏക മധ്യസ്ഥനായി ഇടവിടാതെ രാപ്പകലില്ലാതെ മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നു, അതുകൊണ്ട് ദൈവം എന്നെ നിർത്തും എന്ന് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയണം. ആ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. എന്നാൽ പത്രോസ് ഇവിടെ ശിമോനെ ശിമോനെ എന്ന് 2 വട്ടം വിളിച്ച് കാര്യം പറഞ്ഞിട്ടും വേണ്ട വിധത്തിൽ അത് മനസ്സിലാക്കിയില്ല. പലപ്പോഴും നമ്മുടെ ഈ പ്രശ്നം ഇതാണ്, ദൈവവചനത്തെ ദൈവം ഉദ്ദേശിക്കുന്ന എഴുതപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ അതേ നിറവിൽ, വെളിപ്പാടിൽ മനസ്സിലാക്കാൻ നമ്മുടെ കണ്ണുകൾ പലപ്പോഴും പ്രകാശിക്കുന്നില്ല, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നില്ല. ദൈവവചനത്തിൽ വളരെ ലളിതമായി ഡയറക്റ്റായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലും അതേപടി മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ, അംഗീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. പലപ്പോഴും അഥവാ മനസ്സിലാക്കുന്നത് പോലും ചില സാഹചര്യങ്ങളുടെ മുന്നിൽ നമ്മൾ മറന്നു പോകാറുണ്ട്, വിട്ടുകളയാറുണ്ട്, നമ്മുടെ ചിന്ത മറ്റെന്തിലെങ്കിലൊക്കെ തിരിഞ്ഞു പോകാറുണ്ട്. പ്രൈസ് ലോർഡ്. നമുക്ക് ദൈവവചനത്തിൽ നിലനിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ ആത്മാവിനാൽ എപ്പോഴും എന്നെ നയിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിക്കയില്ല എന്ന് ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് കുറിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിക്ക ഇല്ല എന്ന് പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, പരിശുദ്ധാത്മാവിനെ എപ്പോഴും അനുസരിച്ച് നടക്കാനായിട്ട് ദൈവം എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പത്രോസ് 33-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴേക്കും ഇതിന് മറുപടിയായിട്ട് പറഞ്ഞ ഒരു പദം നമുക്ക് കാണാം. അവനോട്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഈ ആഗ്രഹവും ഈ പ്രതിഷ്ഠയും ഈ സമർപ്പണവും ഈ തീരുമാനവും ഒക്കെ നമുക്ക് നല്ലതാണ്. ഹല്ലേലൂയ. ജീവനെങ്കിൽ ജീവൻ വെക്കും ഞാൻ യേശുവിനായിട്ട് എന്നൊക്കെയുള്ള ആഗ്രഹം, സമർപ്പണം, തീരുമാനമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും ആ ഉറപ്പോടെ എന്ത് വന്നാലും, മരിക്കേണ്ടി വന്നാലും ഞാൻ ഈ വിശ്വാസം തള്ളിപ്പറകയില്ലെന്ന് ഉറപ്പിച്ച് അങ്ങനെ എന്തോ പറയുക, നിഗളത്തോടെ പറയാൻ പറ്റത്തില്ല. അത് തന്നെ ആയിരിക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ല വാക്കെന്ന് എനിക്ക് തോന്നുന്നു. ഐ മീൻ, അഹങ്കാരത്തോടെ ഒരിക്കലും എന്ത് വന്നാലും ഞാൻ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞാൽ അത് നമ്മുടെ ജഡത്തിൽ, നമ്മുടെ കഴിവിൽ ആശ്രയിക്കുന്നതായിട്ട് മാറും. പത്രോസിന് ഇവിടെ അതാണ് സംഭവിച്ചത്. ഞാൻ നിന്നോടുകൂടെ തടവിലാകാനും മരിപ്പാനും എന്താ ഒരുങ്ങിയിരിക്കുകയാണ്. ഞാൻ കോട്ടൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ്, നിന്നോടുകൂടെ തടവിലാകാനും മരിപ്പാനും ഞാനത് റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ ഓടിയപ്പോൾ ആദ്യം ഓടിയത് ഈ പത്രോസാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും അവര് ശിഷ്യന്മാർ അവനെ വിട്ട് ചിതറിപ്പോയി, ഓടി. ആദ്യം ഓടിയത് പത്രോസ് എന്ന് എഴുതിയിട്ടില്ല, ഞാൻ തമാശയായിട്ട് പറഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ ഒരു തീരുമാനവും സമർപ്പണവും നമുക്ക് നല്ലതാണെങ്കിലും അത് ദൈവകൃപയിൽ ആശ്രയിച്ചായിരിക്കണം പറയേണ്ടത്. പൗലോസ് അപ്പോസ്തലന്റെ വാക്ക് തന്നെ വീണ്ടും ഞാൻ കൊണ്ടുവരികയാണ്. ഞാൻ പിടിച്ചു എന്നല്ല, പിടിക്കാമോ
എന്ന് വെച്ച് ആമേൻ ഞാന് ആമേൻ ഈ പോരാട്ടം കഴിക്കുകയാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. ഹല്ലേലൂയ. പിടിച്ചു എന്നല്ല, പിടിക്കാമോ എന്ന് വെച്ച്. പ്രൈസ് ദി ലോർഡ്. അപ്പോ പൗലോസ് അപ്പോസ്തലന് പോലും ആ അറിവ്, ആ ബോധ്യം തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ പിടിച്ചിട്ടില്ല, ഇതുവരെ ഞാൻ അവിടെ എത്തിയിട്ടില്ല. ഹല്ലേലൂയ. എനിക്ക് മുന്നിൽ വലിയൊരു പ്രത്യാശയുടെ, പ്രതിഫലത്തിന്റെ, നിത്യതയുടെ, എന്റെ കർത്താവിനോടുകൂടെ നിത്യകാലം വാഴുന്നതിന്റെ ഒരു ശ്രേഷ്ഠമായ വാഗ്ദത്തം എന്റെ മുമ്പിലുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നാമും വാഗ്ദത്തം പ്രാപിച്ചവരാണ്, വാഗ്ദത്തം കേട്ടവരാണ്. ആ വാഗ്ദത്തം നിവൃത്തിക്ക് വേണ്ടി നാം കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നു, ആകയാൽ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും നീക്കി വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഹല്ലേലൂയ. വിശുദ്ധിയെ തികയ്ക്കാതെ ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയത്തില്ല. നാം വാഗ്ദത്തം കേട്ടവരാണ്. എബ്രായ ലേഖന കർത്താവ് എഴുതുമ്പോൾ പറയുകയാണ്, ആമേൻ, നമ്മെപ്പോലെ അവരും ഒരു വാഗ്ദത്തം കേട്ട് ഇറങ്ങിത്തിരിച്ചവരാണ്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടവരെല്ലാം കനാൻ ദേശത്തെക്കുറിച്ചുള്ള വാഗ്ദത്തം കേട്ട് ഇറങ്ങിത്തിരിച്ചവരാണ്. എന്നാൽ വാഗ്ദത്തം കേട്ട എല്ലാവരും അത് പ്രാപിച്ചില്ല. എന്താ കാരണം? അവരുടെ അവിശ്വാസം നിമിത്തം മരുഭൂമിയിൽ അവർ പട്ടുപോയി. ഹല്ലേലൂയ. നാമും വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആമേൻ, കേട്ടു, നമ്മൾ വാഗ്ദത്തം കേട്ടു, എന്നാൽ അത് കരുതിക്കൊള്ളണം. വചനം കേട്ടു, അത് കരുതിക്കൊള്ളണം. ദൈവത്തിന്റെ ഇഷ്ടമെന്തെന്ന് നമ്മൾ കേട്ടു, അത് കരുതിക്കൊള്ളണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്നത്തെ എല്ലാ ദിവസവും പങ്കുവയ്ക്കുന്ന പ്രഭാത സന്ദേശത്തിൽ ഇന്ന് ഞാൻ പങ്കുവച്ചിരിക്കുന്നത് ഒരു ദിവസത്തെ ഒരു അനുസരണക്കേട് ആമേൻ ഒരു 2 ബാലന്മാരുടെ ജീവൻ തന്നെ ഇല്ലാതാകുന്നതിന് കാരണമായി. ഒരു ദിവസത്തെ ഒരു അനുസരണക്കേട്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമുക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കിട്ടും, എന്നാൽ എല്ലായ്പ്പോഴും അത് സംഭവിക്കണം എന്നില്ല. ആമേൻ. ഒരു തെറ്റ്, ഒരു പാപം, ഒരു ലംഘനം ഒരുപക്ഷെ പിന്നെ ഒരു മടങ്ങി വരവിന് അവസരമില്ലാതെ ആമേൻ എന്നേക്കുമായി തകർന്നു പോകുന്നതിന് കാരണമായി തീർന്നിട്ടുള്ള സന്ദർഭങ്ങളെ, വ്യക്തികളെ വിശുദ്ധ ബൈബിളും നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഉദാസീനരായി നമുക്ക് ആത്മീയ ജീവിതം നയിക്കാൻ കഴിയില്ലെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഹല്ലേലൂയ. ദൈവം നമ്മൾ അവസാനത്തോളം നിൽക്കാൻ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. നിത്യതയുടെ അവകാശികളാകാൻ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. നിത്യമായ അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ അത് പ്രാപിക്കാൻ നാം ശ്രദ്ധാലുക്കളായിരിക്കണം. ദൈവകൃപയിൽ ആശ്രയിക്കുന്നവരായിരിക്കണം. മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടുത്തി കളയരുത്. കർത്താവ് മുന്നറിയിപ്പ് നൽകുമ്പോൾ പത്രോസിനെ പോലെ ആമേൻ, അതൊന്നും എന്റെ വിഷയമല്ല, ഞാനിതാ മരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്, ചാകാൻ തയ്യാറാകിയിരിക്കുന്നവൻ ഇനി എന്താ പേടിക്കാനുള്ളത് എന്നൊന്നും വീരവാദം മുഴക്കുകയല്ല വേണ്ടത്. പകരം, കർത്താവേ, അങ്ങനെക്ക് വേണ്ടി ആ മധ്യസ്ഥ ചെയ്യുന്ന അതിൽ ഞാൻ ആശ്രയിക്കുന്നു. പിതാവിന്റെ വലഭാഗത്ത് എനിക്ക് വേണ്ടി അങ്ങ് ഇടിവിൽ നിൽക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടെ അതിൽ ആശ്രയിച്ച് ആമേൻ അവിടുത്തെ കരങ്ങൾ എന്നെ ഭരമേൽപ്പിക്കുന്നു. എന്നെ നിർത്തിക്കൊള്ളണമേ, കൃപയിൽ എന്നെ താങ്ങിക്കൊള്ളണമേ, കൃപയിൽ എന്നെ നിർത്തിക്കൊള്ളണമേ എന്ന് ദൈവത്തോട് ഓരോ ദിവസവും പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവകൃപയിൽ ആശ്രയിക്കാനായിട്ട് കഴിയട്ടെ. ഹല്ലേലൂയ. ദൈവം ഇന്ന് നമ്മയും പേർ ചൊല്ലി വിളിച്ച് ഒരുപക്ഷെ ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടാകാം. നമുക്കത് ശ്രദ്ധയോടെ കേൾക്കാം, നമ്മെ താഴ്ത്തി സമർപ്പിക്കാം. കർത്താവിനോട് പറയാം, അവിടുത്തെ കൃപയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അവിടുത്തെ കൃപയില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ദാവീദ് പറയുന്നത് എന്താ? നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞുചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഹല്ലേലൂയ. നിന്നാൽ എന്നുള്ള വാക്ക് മാറ്റിവെച്ചാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞുചെല്ലും എന്ന് പറഞ്ഞാൽ നിസ്സാര നിമിഷം കൊണ്ട് തകർന്നു പോകും. എന്റെ ദൈവത്താൽ എന്നുള്ള വാക്ക് മാറ്റിവെച്ചാൽ ഈ മതിൽക്കെട്ടിന് നേരെ അത് ചാടിക്കടക്കുവാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളതായിരിക്കും യാഥാർത്ഥ്യം. എന്നാൽ ദൈവം കൂടെയുണ്ടെങ്കിൽ ഏത് പടക്കൂട്ടവും നമ്മുടെ മുന്നിൽ ചിതറിയോടും. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ഏത് മതിൽക്കെട്ടും, ഏത് കടമ്പയും, ഏത് തടസ്സവും നാം ചാടിക്കടക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ നമുക്ക് മതി, ദൈവശക്തി നമുക്ക് മതി. ഹല്ലേലൂയ.
പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞതുപോലെ ദൈവം ഇന്ന് നമ്മോടും പറയുകയാണ്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. നമുക്ക് ആ കൃപയിൽ ആശ്രയിക്കാം. ദൈവം ഈ തിരുവെഴുത്തുകളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.